ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി സാബുദന കിച്ചടിയാണ്. സാബുദന എന്ന് പറഞ്ഞാൽ ചൗവരിയാണ്. ഇത് നമ്മുടെ നാട്ടിലൊന്നും അധികം ഉണ്ടാക്കി കാണാറില്ല. ബ്രേക്ക്ഫാസ്റ്റായും സ്നാക്കായും ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് ചൗവരി ഒന്ന് കഴുകിയെടുക്കണം. എന്നിട്ട് ഇത് ഒരു 6 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. അപ്പോൾ അധികം വെള്ളമൊന്നും ചേർക്കേണ്ട. ഒരു ഗ്ലാസ് ചൗവരിക്ക് 1 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ വെച്ചാൽ മതി. ആദ്യം തന്നെ കുറച്ച് കടല ഒന്ന് വറുത്തെടുക്കണം. നെയ്യിലോ വെളിച്ചെണ്ണയിലോ ഒന്ന് വറുത്തെടുക്കാം. ഇനി നെയ്യോ വെളിച്ചെണ്ണയോ ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താലും മതി. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിൽ പകുതി എടുത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യിന് പകരം വെളിച്ചെണ്ണ ഉപയോഗിക്കാം കേട്ടോ. നെയ്യാകുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. ഇതിലേക്ക് ഇനി 1.5 ടീസ്പൂൺ ചെറിയ ജീരകം, 2 ഉരുളക്കിഴങ്ങ് മീഡിയം ക്യൂബ്സിൽ കട്ട് ചെയ്തത്, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം ഈ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ച കടല ഉണ്ടല്ലോ, ഇതിൽ ഹാഫ് എടുത്ത് മാറ്റി വെക്കുക. എന്നിട്ട് ഹാഫ് നമുക്ക് ഇതുപോലെ പൊടിച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായി പൊടിയേണ്ട, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇതിലേക്ക് നമ്മൾ എരിവിനനുസരിച്ച് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച സാബുദാന കുതിർന്ന് വന്നിട്ടുണ്ട്. ഒരു 6 മണിക്കൂറൊക്കെ വെള്ളത്തിലിടണം. ഇനി സാബുദാന ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ തലേ ദിവസം വെള്ളത്തിൽ കുതിർത്ത് വെച്ചാലും മതി. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ പഞ്ചസാര, പിന്നെ നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച കടലയുടെ മിക്സും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കാം. ഇതിലേക്ക് ഒരു നാരങ്ങയുടെ നീരും കൂടി ചേർക്കാം. എന്നിട്ട് നന്നായി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം അടച്ചു വെച്ച് വേവിക്കാം. ഒരു 4-5 മിനിറ്റ് കൊണ്ട് തന്നെ ആയി കിട്ടും. അപ്പോൾ ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് സാബുദാന കുറച്ച് ട്രാൻസ്പെറൻ്റ് ആയി കിട്ടും. അപ്പോൾ ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനിതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതിലേക്ക് ബാക്കി എടുത്തു വെച്ചിട്ടുള്ള കടലയും അതുപോലെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. ഇത് നോൺ സ്റ്റിക്ക് പാത്രത്തിൽ തന്നെ ഉണ്ടാക്കാനായിട്ട് നോക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒട്ടി പിടിക്കൊന്നുമില്ല. അതുപോലെ തന്നെ കുഴിയുള്ള പാത്രമാണെങ്കിൽ നമുക്ക് ഇളക്കി യോജിപ്പിക്കാനൊക്കെ നല്ല ഈസി ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സാബുദാന കിച്ചടി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായും ഡിന്നറായും സ്നാക്കായും ഒക്കെ കഴിക്കാം. ഇത് കഴിച്ചാൽ കുറേ സമയത്തിന് വിശക്കുകയില്ല. കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിലും കൊടുത്തു വിടാം. വെജിറ്റേറിയൻസിനൊക്കെ നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ബൈ.